ഗൈസ് വീണ്ടും ഒരു യാത്രയാണ്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലാണുള്ളത്. മുമ്പ് ഞാൻ ബാംഗ്ലൂരെത്തി. ഇനിയിപ്പോൾ ബാംഗ്ലൂരിൽ നമ്മൾ വീട്ടിൽ പോകുന്നൊരു ചെറിയ റൈഡാണ് ട്രിവാൻഡ്രം. അപ്പോൾ ഇത് ബാംഗ്ലൂരിലെ മയൂര ബേക്കറിയാണ്. ഇത് ഒരുപാട് ഔട്ട്ലെറ്റ് ഉണ്ട് ഇവർക്ക്. ഇവിടെ നല്ല കിടുക്കാച്ചി പപ്സും ചായയും കിട്ടും. നമുക്കത് കഴിക്കാം. അതാണ് മയൂര ബേക്കറിയുടെ പില്ലർ. പുള്ളിക്ക് അങ്ങനെ പള്ളി വീണ്ടും കൊടുക്കും. വീണ്ടും പള്ളി എടുക്കാൻ പറ്റില്ലല്ലോ പുള്ളിക്ക്. കൈയൊക്കെ ഉണ്ടോ? വേറെ കോമഡി അറിഞ്ഞില്ല, മറ്റേ തിരുത്തട്ടില്ല, അന്ന് പറഞ്ഞല്ലോ നിങ്ങളടുത്ത്. നമ്മൾ വണ്ടി ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹിമാലയത്തിൽ നിന്ന് നമ്മൾ നേരെ സീയിലോട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. ഇതിന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ രക്ഷയില്ല, പൊളിയാണ്. നമ്മൾ ഈ ഹൈവേ ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കണമെന്ന് നമ്മൾ ഇങ്ങനെ കൈ കൊടുക്കാൻ തോന്നും. പക്ഷെ ഒരുപാട് സ്പീഡ് നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് റൈഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊരു മിസൈൽ കുഞ്ഞ് തന്നെയാണ്. ಮೊದಲಿಗೆ ಇರಿಪೇಂಡ കൊല്ലത്തിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹൊക്കനക്കലിലോട്ട് കയറിയിട്ടുണ്ട്. ഹൈവേന്ന് നേരെ അകത്തോട്ടുള്ള റോഡിലോട്ട് കയറിയിട്ടുണ്ട്. നല്ല പൊളി കാഴ്ചകളാണ്, ഒരു രക്ഷയല്ല. നമ്മൾ കരുതിയിരിക്കുന്ന വണ്ടിയും കൂടി ഇതായതുകൊണ്ട് വേറെ ലെവൽ സ്പീഡാണ്. പിന്നെ വൈകി നമ്മളിപ്പോൾ ഹൊഗനക്കലിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല. ഹൊഗനക്കലാണെന്ന് തോന്നുന്നു. ഹൊഗനക്കലിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ബൈക്കിന് 20 രൂപയാണ് ഇവിടെ ചാർജ്. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഒരു മഴ സൂപ്പർ റോഡായിരുന്നു. നല്ല കാലാവസ്ഥ.
മീൻ കഴിക്കാം. ഒക്കനക്കൽ ഇതാണ് കേട്ടല്ലോ, ഇവിടെതാ ഒക്കനക്കൽ. അങ്ങോട്ട് പോയി കുളിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്, പിന്നെ കുറച്ച് നടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ യാത്രയിലായതുകൊണ്ട് ജസ്റ്റ് ഫുഡൊക്കെ ഒന്ന് നോക്കാം. ഫ്രൈ നെത്തോലി ഉണ്ട്, ഇവിടെ ഫ്രഷ് മീനാണ്, കായൽ മീനുകൾ. ഇത് എന്നാ മീൻ? ഇത് പാംപ്ലേറ്റ്. இது ஜிலேபிண்ணா. இது முள்ளு இருக்குமா? இல்லை, சென்டர் மட்டும்தானே வரும். ഇത് നെത്തോലി. நெத்துலி அது சில்லி மிக்ஸு. என்னென்ன மீன் அது? ரோகு, ஜிலேபி, அதான் லாஸ்ட்டு. அது சிக்கன். இது எந்த மீன்? ஜிலேபிண்ணா, ஜிலேபி. இது ஜிலேபியா? எவ்வளவு? 120 வரும்ண்ணா. ஒன்று உள்ள சாப்பிடல ஒரு பிரியாணி. சாம்பார்ண்ணா அது? மீன் குழம்பு. சாம்பார் வேணுமா? മീൻ കുളമ്പ്. சாம்பார் கொடுங்க. അല്ല, മീൻ കുളമ്പ് നേരത്തെ കൊണ്ടുവന്ന അത് തന്നെ. ஆமாம். വേണ്ട, ചിക്കൻ സാമ്പാർ കൊടുക്കും പിള്ളക്ക്. ശരി. ഇത് ഒരു ഏരിയ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, ഇവിടെ കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. എല്ലാം മീനിൻ്റെ പരിപാടികളാണ്. നല്ല രീതിയിൽ മീനും കഴിച്ച് ഒരു കുളിയൊക്കെ ഉണ്ട്, പാസ്സാക്കി ഒരു മസാജിനൊക്കെ ചെയ്ത് ചിലപ്പോൾ ഗൈസ്. അപ്പോൾ നമ്മൾ സിയു ആയിട്ട് ഒരു ഓഫ് റോഡ് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു വൈബുള്ള സ്ഥലം എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. സൈഡിൽ അണ്ണായിരുന്നു, നല്ല വൈബായിട്ടിരുന്ന് അടിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഓപ്പൺ എയറിൽ നല്ല വിശാലമായ മനോഹാരിതയൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്യട്ടെ. നമുക്ക് മുന്നോട്ട് പോവാം. പിടിപ്പോളി അവിടെ പോയി നീ എന്നിട്ട് ഈ വണ്ടി ഇച്ചിരി വലിച്ചു കൊടു. മറ്റേ ബംബാസ്റ്റിക് പ്ലേസ്. വടിവുള്ള ആളിനെ വലിപ്പിക്കുന്നു. നീ ഉണ്ടാ? നീ അവിടെ ഞങ്ങൾ വണ്ടി തിരിഞ്ഞപ്പോ നീ എവിടാ പോയത്? വണ്ടി തിരിയണ പിന്നെ ജിന്നു പോലെ കാണാനില്ല. പിന്നെ നിങ്ങൾ അവിടെ ഇറങ്ങിയോ ഇല്ലേ ഒന്ന് പറഞ്ഞു. ഞാൻ സ്ട്രൈറ്റ് മറ്റേ മീൻ വയ്ക്കുന്ന അണ്ണൻ്റെ വീണ്ടും പോയി. ഞങ്ങൾ വണ്ടി തിരിച്ച ഉടനെ ഒരു റൈറ്റ് എടുക്കും.
വാട്ട് എ പ്ലേസ്, സൂപ്പർ, രക്ഷയില്ല കേട്ടോ, അടിപൊളി. കിടിലം വ്യൂ, കിടുക്കാച്ചി വ്യൂ, കിണ്ണങ്കാച്ചി വ്യൂ. എണ്ണയും കൂടി ചേർത്തിട്. അയ്യോ, നൈസ്. സ്ഥലത്തിൻ്റെ കറക്റ്റ് പേരെന്താണ്? ഹൊഗ്ഗനക്കല. എന്തൊരു ഹൊഗ്ഗനക്ക. എന്തൊരു അക്കനായാലും കൊള്ളാം. സൂപ്പർ. സൗണ്ട് കണ്ടോ? ഒരെണ്ണം ഓടി വരണം. അപ്പൊ കഞ്ഞി എടുക്കും. വാഞ്ഞ ഹെൽമെറ്റ് എടുത്ത് മാറ്റി. ഉഗ്ര സ്ഥലം അല്ലേ? ഓക്കെ, ഹൊഗേനക്കലിലെ ചെറിയ കാഴ്ചകൾ മാത്രം കാണിച്ചുകൊണ്ട് ഞങ്ങളിത് തിരിച്ചു പോവുകയാണ്. കാര്യം ഇവിടെ ഒരുപാട് കറങ്ങാനുള്ള നല്ല കിടിലം സ്പോട്ടുകളുണ്ട്. നമ്മൾ അവിടെ ഒന്നും പോയിട്ടില്ല, കവർ ചെയ്തിട്ടില്ല. പിന്നെ ഒരു ദിവസം ഇവിടത്തേക്ക് മാത്രമായിട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ പൊളി സ്ഥലമാണ്. ഇപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്തും ഫൈസൽ ബാംഗ്ലൂരിലും പോകുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബാംഗ്ലൂർ പോകുന്നു.